ഷൊർണൂർ നഗരത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളുടെ പെർമിറ്റ് പരിശോധിക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. ഈ മാസം 31-നകം മുഴുവൻ ഓട്ടോറിക്ഷകളും പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് തീരുമാനം. ഷൊർണൂർ ടൗൺ, കാനറ ബാങ്ക് തുടങ്ങിയ ഓട്ടോ സ്റ്റാൻഡുകളിൽ 86 ഓട്ടോകൾക്ക് പെർമിറ്റ് കഴിഞ്ഞ മാസങ്ങളിൽ നൽകിക്കഴിഞ്ഞു. ഇതര സ്റ്റാൻഡുകളിലെ ഓട്ടോറിക്ഷകൾ അനധികൃതമായി സർവീസ് നടത്തുന്നുണ്ടെന്നും ചില വാഹനങ്ങൾക്ക് ഇൻഷുറൻസ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയില്ലെന്നും ചൂണ്ടിക്കാട്ടി ഓട്ടോറിക്ഷ തൊഴിലാളി സംഘടനകളും ചില ഡ്രൈവർമാരുമാണ് കഴിഞ്ഞ മാസങ്ങളിൽ പരാതികളുമായി രംഗത്തെത്തിയത്. ഇനി 25 പേർക്കാണ് പെർമിറ്റ് നൽകാനുള്ളത്. അപേക്ഷിച്ചതിൽ അർഹതപ്പെട്ടവർക്ക് നിയമപ്രകാരം പെർമിറ്റ് നൽകണം എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത്. 4 മാസം മുൻപ് പോലീസ് ഇരു സ്റ്റാൻഡുകളിലെയും നിയമാനുസൃത പെർമിറ്റുകളുടെ വിവരശേഖരണം നടത്തി നടപടിയെടുത്തിരുന്നെങ്കിലും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുമായി നടത്തിയ ചർച്ചയിൽ നടപടി നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ രേഖകൾ ഇല്ലാതെ സവാരി നടത്തുന്ന ഓട്ടോറിക്ഷ ഉടമകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ തീരുമാനം. ഇതിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിശോധന തുടങ്ങും. നഗരസഭാ അധ്യക്ഷ പി നിർമ്മല, ഉപാധ്യക്ഷൻ AK അനുരാജ്, ഷൊർണൂർ SI K സേതുമാധവൻ, ജോയിന്റ് RTO, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഓട്ടോ തൊഴിലാളികളുടെ പെർമിറ്റിന്റെ കാര്യം നിലവിൽ അവിടെ ഓടുന്നവർക്ക് അവിടെ പെർമിറ്റ് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജനുവരി 31 ഉള്ളിൽ അത് പരിശോധിച്ച് MBDയുടെ ഭാഗത്തു നിന്നും പരിശോധനയ്ക്ക് ശേഷം വിവരം അറിയിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പരമാവധി അവരെ അവിടെ തന്നെ ഓടാൻ സമ്മതിക്കണം എന്നാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.